ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ഡോക്ടർ തോമസ് ഐസക് ആവിഷ്കരിച്ച വിജ്ഞാൻ പത്തനംതിട്ട പദ്ധതി വിപുലപ്പെടുത്താനൊരുങ്ങി സംഘാടകർ. കഴിഞ്ഞ ദിവസം നടത്തിയ ജോബ് ഫെയറിൽ 207 പേർക്ക് ജോലി നൽകാൻ സാധിച്ചതായി തോമസ് ഐസക് വ്യക്തമാക്കി. അധികം വൈകാതെ മറ്റ് ജില്ലകളിലേക്കും തൊഴിൽ ലഭ്യമാക്കുന്ന പദ്ധതി വ്യാപിപ്പിക്കുമെന്നും ഡോക്ടർ തോമസ് ഐസക് പ്രതികരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഡോക്ടർ തോമസ് ഐസക് പത്തനംതിട്ടയിൽ വിജ്ഞാൻ പത്തനംതിട്ട പദ്ധതിയുടെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ വോട്ട് പിടിക്കാനുള്ള തന്ത്രം മാത്രമെന്ന് UDF വിമർശിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഡോക്ടർ തോമസ് ഐസക് പരാജയപ്പെടുകയും ചെയ്തു. ഇതോടെ വിജ്ഞാൻ പത്തനംതിട്ട പദ്ധതിക്ക് സമാപനമായി എന്ന് കോൺഗ്രസ് നേതൃത്വം വിമർശിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം വിജ്ഞാൻ പത്തനംതിട്ട പദ്ധതിയുടെ ഭാഗമായി നടത്തിയ ജോബ് ഫെയറിൽ 207 പേർക്ക് ജോലി നൽകാൻ സാധിച്ചതായി ഡോക്ടർ തോമസ് ഐസക് വ്യക്തമാക്കി. 1267 പേർ ഇന്റർവ്യൂവിന് ഹാജരായതായും പദ്ധതി ആരംഭിച്ച ശേഷം ഇതുവരെ 861 പേർക്ക് ജോലി നൽകാൻ സാധിച്ചതായും ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. വിജ്ഞാന പത്തനംതിട്ട ആരംഭിച്ച ശേഷം ഇതടക്കം 861 പേർക്ക് ഇതിനകം ജോലി നൽകിക്കഴിഞ്ഞു. ഷോർട്ട് ലിസ്റ്റിലുള്ള ആളുകളുടെ എണ്ണം കൂട്ടുന്നില്ല. അതും കൂടി കൂട്ടിയാൽ 1000-ൽ പരം പേർക്ക് വിജ്ഞാന പത്തനംതിട്ട ക്യാമ്പയിൻ ആരംഭിച്ച ശേഷം ജോലി നൽകുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. അഭിമുഖത്തിൽ പങ്കെടുത്ത് ജോലി ലഭിക്കാത്തവർക്ക് എന്തുകൊണ്ട് ജോലി ലഭിച്ചില്ല എന്നത് സംബന്ധിച്ച് ഇന്റർവ്യൂ ബോർഡിൽ നിന്നും കുറിപ്പ് ലഭ്യമാക്കും. ഇതനുസരിച്ച് വീണ്ടും ഉദ്യോഗാർത്ഥികൾക്ക് പരിശീലനം നൽകുമെന്നും ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. ഇംഗ്ലീഷ് വൈഭവം ഇല്ലാത്തതാണോ, ഡൊമൈൻ നോളജ് ഇല്ലാത്തതാണോ, ഇന്റർവ്യൂവിൽ അഭിമുഖീകരിക്കാൻ കഴിവില്ലാത്തതാണോ? അപ്പോൾ അവരൊരു കുറിപ്പ് തരുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടികൾക്ക് വേണ്ട പിന്തുണ നൽകും, പരിശീലനം നൽകും, റെക്ടിഫിക്കേഷൻ. ഇതാണ് ഞങ്ങളുടെ അടുത്ത പണി. ഇവർക്ക് ജോലി കൊടുത്തിരിക്കും. വിജ്ഞാൻ പത്തനംതിട്ട പദ്ധതിയുമായി ഡോക്ടർ തോമസ് ഐസക് സജീവമാകുന്നത് കോൺഗ്രസ് ക്യാമ്പിൽ ചർച്ചയായിട്ടുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് തോമസ് ഐസക് വിജ്ഞാൻ പത്തനംതിട്ട പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതെന്നും UDF നേതൃത്വം വിലയിരുത്തുന്നു. റിപ്പോർട്ടർ, പത്തനംതിട്ട.